വാൽപ്പാറയിലാണ് ഈ അപകടം ഉണ്ടായത്. മറിഞ്ഞ ടെമ്പോ ട്രാവലറിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് മുൻപിലേക്ക് വരുന്നത്. 6 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു, 6 പേർക്ക് എന്നുള്ള അതിദാരുണമായിട്ടുള്ള വാർത്തയുടെ വിശദാംശങ്ങളാണ്. വലിയ കൊക്കയാണ്, നമുക്ക് അല്ലെങ്കിലും അറിയാം വാൽപ്പാറയിലുള്ള ആ വഴി എങ്ങനെയുള്ളതാണ് എന്നുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിലും അത് വ്യക്തമാണ്. കൊക്കയിലേക്ക് മറിഞ്ഞാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ലിഷോയ്, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? എപ്പോഴാണ് സംഭവിച്ചത്? 6 പേർ മരിച്ചിരിക്കുന്നു, കൂടുതൽ ആളുകൾ ഈ വാഹനത്തിനകത്തുണ്ടായിരുന്നു. എങ്ങനെയാണ്, അതായത് എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണോ? എങ്ങനെയാണ് പുറത്തേക്ക് അറിയുന്നത്? അപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനായിട്ടുള്ള ആളുകളൊക്കെ നാട്ടുകാരാണോ ആദ്യഘട്ടത്തിൽ നടത്തിയത്? അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായി തുടങ്ങുന്നുണ്ടോ? ഇത് സാധാരണ സ്ഥിരമായി വാഹനങ്ങൾ പോകുന്ന പാത തന്നെയാണ്. അതായത് പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ്. ചരക്ക് വാഹനങ്ങളും ടൂറിസ്റ്റ് വാഹനങ്ങളും ഉൾപ്പെടെ പോകുന്ന വഴി തന്നെയാണ്. വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ്. ഈ 13ാമത്തെ ഹെയർപിൻ വളവിലാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായിരുന്നത്. 16 പേരാണ് ഈ ട്രാവലറിൽ ഉണ്ടായിരുന്നത്. അതിൽ 6 പേരുടെ മരണം സ്ഥിരീകരിച്ചതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. വാൽപ്പാറയിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപാട് ആഴങ്ങളിലേക്ക് ചില മൃതദേഹങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടെത്തുന്നതിനും പുറത്തേക്ക് എടുക്കുന്നതിനുമൊക്കെയായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തൊട്ടടുത്ത് പൊള്ളാച്ചിയിലേക്കും അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെ ആദ്യം പൊള്ളാച്ചിയിലേക്ക് എത്തിച്ച് ഇനിയിപ്പോൾ അവർക്ക് കൂടുതൽ ഈ ചികിത്സ ആവശ്യമാണെങ്കിൽ കോയമ്പത്തൂരിലേക്കും കൊണ്ടുപോകും എന്നുള്ളതാണ്. പക്ഷേ അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. കാരണം ട്രാവലർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതായത് വീണ ആ ഒരു സമയത്ത് അത്രത്തോളം ഒരു മുകളിൽ നിന്നാണ് ഈ ട്രാവലർ താഴേക്ക് വീണിട്ടുള്ളത്. കൂടാതെ ആഴമേറിയ ഇടവും പാറക്കെട്ടുകൾ നിറഞ്ഞ ഇടവും കൂടി ആയതിനാൽ തന്നെ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ മേഖലയിൽ മൊബൈൽ റേഞ്ചും അതിനാൽ തന്നെ ഈ ആളുകളുമായി അവിടെ ബന്ധപ്പെടാനും അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ മേഖലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ലിഷോയ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് അവിടെ മൊബൈൽ കണക്ടിവിറ്റിക്കൊക്കെ റേഞ്ച് കുറവാണ്. ഒപ്പം തന്നെ ലിഷോയ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടൂറിസ്റ്റ് വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ, അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെയാണ് കടന്നു പോവുകയും ചെയ്യുക. ഹെയർപിൻ വളവാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഫയർഫോഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുമോ? എത്തുകയാണെങ്കിൽ തന്നെ എവിടെ നിന്നായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തേണ്ടി വരിക? നേരത്തെ കോയമ്പത്തൂരിലേക്കായിരിക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, കോയമ്പത്തൂരാണോ അടുത്തുള്ളത്? തൊട്ടടുത്തുള്ള ഈ ഒരു സംഭവം നടന്നതിന് തൊട്ടടുത്തുള്ള ഒരു ടൗൺ എന്ന് പറയുന്നത് പൊള്ളാച്ചി ടൗൺ ആണ്. വാൽപ്പാറയിലേക്കും പൊള്ളാച്ചിക്കും ഇടയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ വാൽപ്പാറയിലൊക്കെ ഏതെങ്കിലും തരത്തിൽ അപകടങ്ങളും മറ്റുമൊക്കെ നടന്നാൽ ആദ്യമായി എത്തിക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് പൊള്ളാച്ചിയാണ്. പൊള്ളാച്ചി ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തിക്കുക. അതിനുശേഷം കൂടുതൽ ഗുരുതരമായ പരിക്കുകളുള്ള ആളുകളെയും അതുപോലെ തന്നെ കൂടുതൽ ചികിത്സ ആവശ്യമുള്ളവരെയുമാണ് കൂടുതലായി ഈ ചികിത്സയ്ക്ക് വേണ്ടി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാറുള്ളത്. ഇപ്പോൾ അവിടെ നിന്നുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഈ ആളുകൾ, ഈ അപകടത്തിൽപ്പെട്ടവർ ഈ കൊക്കയിലേക്ക് തെറിച്ചു വീണിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഈ കൊക്കയിൽ, അതായത് ആഴമേറിയ ഇടത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഈ മൃതദേഹങ്ങൾ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇപ്പോൾ ദുഷ്കരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം അല്പം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പ്രധാനപ്പെട്ട റോഡായതിനാൽ തന്നെ ഈ സംഭവം നടന്ന ഉടനെ തന്നെ അവിടെ ആളുകളൊക്കെ തന്നെ ഓടിക്കൂടുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തുകയും ഈ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പരിക്കേറ്റവരെ ഈ ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു കാര്യമൊക്കെ തന്നെ ചെയ്തത്. പക്ഷേ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത്. ഇത് കോഴിക്കോട് ഭാഗത്തു നിന്നും വന്ന ട്രാവലർ ആണെന്ന് പറയുന്നു. പക്ഷേ കൃത്യമായി ഇവരുടെ അഡ്രസ് ഉൾപ്പെടെയുള്ള പേരുവിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ ആശുപത്രിയിൽ ഉള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ തേടാനായുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന സമയത്ത് മറ്റു വാഹനങ്ങൾ പുറകിൽ നിന്നൊക്കെ വന്ന ആളുകളാണ്, അതുപോലെ തന്നെ ആ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ഒരു രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ എന്തായാലും നടത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഈ വളരെ ഉയരത്തിൽ നിന്ന് വീണതിനാൽ തന്നെ വാഹനം പൂർണ്ണമായും ഛിന്നഭിന്നമായ അവസ്ഥയാണ്. പൂർണ്ണമായും വാഹനം തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ്. മാത്രമല്ല ഈ 5 പേരുടെ മരണവും 6 പേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്.